നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വിവാഹവും എല്ലാ ചടങ്ങും പ്രകാരം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും കുട്ടികളെ പിരിച്ചു നിർത്തുന്നതിൽ അർത്ഥമില്ല. എന്നതായാലും അവൾ അങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്. എന്നാൽ ഇന്ന് ഈ ശുഭദിനത്തിൽ തന്നെ അത് നടക്കട്ടെ. എന്താ മോനെ? മുത്തശ്ശൻ ഒരു ചെറിയ സംശയ രൂപയാണ് അനുവിൻ്റെ അച്ഛനോട് ചോദിച്ചതും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതം അറിയിച്ചു. അതിനുശേഷം തൻ്റെ ഭാര്യയെ ഒന്ന് നോക്കിയതും അവരിലും പുഞ്ചിരി തന്നെയായിരുന്നു. എന്നാൽ ഇനി അതിനായി ഒരു ദിവസം കാത്തിരിക്കേണ്ട. എല്ലാം കൊണ്ടും ഇന്ന് യോജിച്ച ദിവസമാണ്. മുത്തശ്ശനൊരു പുഞ്ചിരിയോട് അത് പറഞ്ഞതും കേട്ടു നിന്നവരിൽ എല്ലാവരും ഒരു സന്തോഷമുണ്ടായി. അമ്മച്ചിയും അമ്മയും എല്ലാവരും സന്തോഷത്തോടെ അത് കേട്ടു നിന്നു. സത്യത്തിൽ ഇന്ന് കാലത്ത് കുരിശ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ ഇന്ന് അനുവിനെ കൂട്ടി തന്നെ തിരികെ പോകണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ അവളുടെ വീട്ടുകാരതിന് മറ്റൊരു ദിവസം തിരഞ്ഞെടുക്കുമോ എന്നൊരു സംശയം അവരിൽ ബാക്കിയായിരുന്നു. സത്യത്തിൽ അനുവിൻ്റെ വീട്ടുകാർക്ക് അവളോടൊപ്പം സമയം ചിലവഴിച്ച ആഗ്രഹം തീർന്നില്ല എങ്കിലും ഇനിയും അവരെ പിരിച്ചു നിർത്തുന്നത് ശരിയല്ല എന്ന് അവർക്കും തോന്നി. ഡെവിയാണെങ്കിൽ ഇപ്പോഴെങ്കിലും എല്ലാം ഒന്ന് ഓക്കെ ആയല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. അത് അവൻ്റെ മുഖത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അവൻ പ്രണയത്തോടെ അനുവിനെ നോക്കിയതും ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുന്നവളെയാണ് കണ്ടത്. വല്യപ്പച്ചൻ തൻ്റെ കയ്യിലുള്ള പഴയ മോഡൽ വാച്ചിലേക്കൊന്ന് നോക്കി. ഇപ്പം തന്നെ സമയം 3 കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ ഒരു 8 മണിയോടടുക്കുമ്പോൾ വീട്ടിലെത്തും. മോളെ, എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു വെച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം, ഒരുപാട് വൈകണ്ട. അപ്പോഴും തല താഴ്ത്തി നിൽക്കുന്നവളെ കാണെ വല്യപ്പച്ചൻ സംശയത്തോടെ അനുവിനോട് ചോദിച്ചു. മോൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? സത്യത്തിൽ ആ ചോദ്യം കേട്ടപ്പോഴാണ് അനു തല ഉയർത്തി നോക്കിയത്. മോളെ, എതിർപ്പൊന്നും ഇല്ലല്ലോ? വല്യപ്പച്ചൻ ഒരു പുഞ്ചിരിയോടെ വീണ്ടും ചോദിച്ചതും അനു അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. എന്നിട്ടില്ല എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്നാൽ വേണ്ടത് എന്താന്ന് വെച്ചാൽ മോൾ എടുത്തിട്ട് വാ, പെട്ടെന്ന് ഇറങ്ങണം. വല്യപ്പച്ചൻ പറഞ്ഞതും അദ്ദേഹത്തെ ഒന്ന് നോക്കി തലയാട്ടിക്കൊണ്ട് അവൾ തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. തൻ്റെ ബാഗിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഓരോന്ന് എടുത്തു വെക്കുമ്പോഴും അനുവിൻ്റെ ഉള്ളിൽ വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു. പേരറിയാത്തൊരു നൊമ്പരം അവളെ വന്ന് പൊതിയുന്നത് പോലെ. ഒരുപാട് കാലങ്ങളായി കാത്തിരുന്ന സുദിനമാണിത്. എല്ലാവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടെ വീണ്ടും ആ വീട്ടിലേക്ക്, അതും ഇച്ചായൻ്റെ ഭാര്യയായി എല്ലാവരും മനസ്സറിഞ്ഞ് അംഗീകരിച്ചതിന് ശേഷം. പക്ഷേ വീട്ടുകാരെ വിട്ടു പോകുമ്പോൾ ഒരു ചെറിയ ദുഃഖം. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ വീട്ടുകാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതും തമാശ പറഞ്ഞതുമെല്ലാം. ആ നിമിഷങ്ങളിലെല്ലാം വിവാഹത്തിന് മുൻപുള്ള ആ പഴയ അനുവായിരുന്നു താന്. സത്യം പറഞ്ഞ ആദ്യമായി വിവാഹം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു അനുഭവമായിരുന്നു അപ്പോൾ അവൾക്ക്. 1 വർഷം മുൻപ് ഈ വീടിൻ്റെ പടിയിറങ്ങി പോകുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സാഹചര്യം. അനു ഒന്ന് നിശ്വസിച്ചു. അവളെ പുറകിൽ നിന്ന് ആരോ പുണർന്നിരുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗന്ധം, അത്രത്തോളം തനിക്ക് പ്രിയപ്പെട്ട ഗന്ധം, തൻ്റെ ഇച്ചായൻ്റെ ഗന്ധം. അത് തിരിച്ചറിഞ്ഞതും അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് ഡെവി അവളുടെ കാതിലായി ചോദിച്ചു. എന്താണ് ഭാര്യയെ, ഒരു സങ്കടം? ഇവിടെ വിട്ട് എൻ്റെ കൂടെ വരാൻ തോന്നുന്നില്ലേ? അവളാണെന്ന് കൂടെ ചേർത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത്. അവൻ്റെ ചോദ്യങ്ങൾക്ക് അനുവന്ന് ചിരിച്ചു. എന്നിട്ട് കള്ള ഗൗരവത്തിൽ അവനോട് പറഞ്ഞു. അതെ, സത്യം പറഞ്ഞ എനിക്ക് അച്ഛനെയും അമ്മയെയും ഏട്ടനെയും ഒന്ന് വിട്ട് വരാൻ തോന്നുന്നില്ല. അവരെ തനിച്ചാക്കി വരുന്നത് ഓർക്കുമ്പോൾ മനസ്സിലൊരു സങ്കടം. അനു ആവശ്യത്തിൽ കൂടുതൽ സങ്കടം അഭിനയിച്ച് പറഞ്ഞതും ഡെവിയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. എന്നാ നീ വരണ്ട, ഇവിടെ തന്നെ അവരെയും കെട്ടിപ്പിടിച്ചിരുന്നു എന്ന് പറഞ്ഞ ഡെവി ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. എന്നാൽ അപ്പോഴേക്കും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയിരുന്നു. പിണങ്ങല്ലേ ഈച്ചായ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, അതിനാണോ ഈ പിണങ്ങുന്നേ? അനു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഡെബി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ അവൻ തന്നെ അവളെ ചേർത്ത് പിടിച്ചു. അച്ഛനെയും അമ്മയെയും ഒക്കെ വിട്ടുവരുന്നതിൽ നിനക്ക് ചെറിയ സങ്കടമുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നിന്നെ കാണാതിരിക്കുമ്പോൾ എനിക്കതിനേക്കാൾ സങ്കടം വരും. അവളുടെ കവിളിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പ്രണയത്തോടെ ഡെബി പറഞ്ഞു. അവളും അവനോട് ചേർന്ന് നിന്നു. താഴെ എല്ലാവരും അനുവിനെയും കാത്തു നിൽക്കുവാണ്. തൻ്റെ കയ്യിൽ കരുതിയ ഒരു ചെറിയ ബാഗുമായി അനു താഴേക്ക് പോയതും എല്ലാവരും അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും രാകേഷിനെയും കെട്ടിപ്പിടിച്ച് അനു യാത്ര പറഞ്ഞു. ഡെവിയും അനുവും ചേർന്ന് എല്ലാവരുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങാനും മറന്നില്ല.
അനുവിനെ യാത്രയാക്കുമ്പോൾ ഒരു ചെറിയ നോവ് അവരിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിനേക്കാൾ സന്തോഷമായിരുന്നു. അന്നത്തെ ആ ദിവസം ഡെവിയുടെ കൈ പിടിച്ച് ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അനുവിൻ്റെ കണ്ണ് സന്തോഷത്തിൽ നിറഞ്ഞു. കുറേ കാലമായുള്ള തൻ്റെ ആഗ്രഹം സാധിച്ചു. പിന്നീട് കുരിശു വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു. 3 കാറിലായാണ് അവർ പോയത്. അനുവും ലിസയും വല്യമ്മച്ചിയും എലിസബത്തും കൂടെ ഒരു കാറിൽ, വല്യപ്പച്ചനും പപ്പയും ചെറിയ പപ്പയും മറ്റൊരു കാറിൽ, പിന്നെ ആദവും ടോണിയും റോണിയും ഡെവിയും മറ്റൊരു കാറിൽ. വീട്ടിലെത്താൻ സമയം രാത്രി 9 മണിയോട് അടുത്തുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് അവർ ഇറങ്ങിയത്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കുരിശിൻ വീടിൻ്റെ മുൻപിൽ ആ കാറുകൾ നിരന്ന് നിന്നു. അതിൽ നിന്ന് ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി. അനു വീടിനകത്തേക്ക് കയറാൻ നിന്നപ്പോഴേക്കും എലിസബത്തും ചെറിയ മമ്മിയും അവളെ തടഞ്ഞുകൊണ്ട് വേഗം അകത്ത് ചെന്ന് ഒരു മെഴുകുതിരി കൊണ്ടുവന്നു. നെറ്റിയിൽ കുരിശു വരച്ച് അവളെ അകത്തേക്ക് കയറ്റുമ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. അവിടെ മുതൽ ചെയ്തു പോയ തൻ്റെ തെറ്റുകളും തിരുത്താനുള്ള ശ്രമത്തിലായിരുന്നു വല്യമ്മച്ചിയും മമ്മിയും. കുറേ ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ മുറിയിലേക്ക് കയറിയപ്പോൾ അനുവിന് വല്ലാത്ത ഉന്മേഷം തോന്നി. അതിലുപരി വല്ലാത്ത സുഗന്ധവും. ശ്വാസവും ഒന്ന് ആഞ്ഞു വലിച്ച് ശേഷം അനു പതിയെ മുറിയുടെ ഡോറ് തുറന്നതും മുൻപിലെ ആ കാഴ്ച കണ്ട് അനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. മുറി നിറയെ ക്യാൻഡിലുകളും റോസ് പെറ്റൽ കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ബെഡിന് ഒത്ത നടുക്കായി ഐ ലവ് യു അനു എന്ന് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നു. ആ കാഴ്ച കാണി സന്തോഷത്തിലും അത്ഭുതത്തിലും അവളുടെ കണ്ണുകൾ വിടർന്നു. ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ ഇച്ഛായനോടുള്ള പ്രണയത്തോടെയുള്ള പുഞ്ചിരി. പെട്ടെന്ന് പുറകിൽ നിന്നും ഡെവി അവളെ ചേർത്ത് പിടിച്ചതും അവൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും സമ്മിശ്രഗന്ധം അവളുടെ മൂക്കിലേക്ക് പതിച്ചു. പെർഫ്യൂമിനേക്കാളും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത്രയേറെ പ്രിയപ്പെട്ട അവളുടെ ഈ ചായൻ്റെ ഗന്ധം. അവൻ്റെ കുറച്ച് നെഞ്ചിലേക്ക് അവളുടെ ശരീരം അമർന്നതും അനു ഒന്ന് വിറച്ചു. അനുവിനെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചതിനു ശേഷം ഐ ലവ് യു അനു എന്നവളുടെ കാതിൽ കാറ്റുപോലെ പറയുമ്പോൾ ലോകം വെട്ടിപ്പിടിച്ച് സന്തോഷം തോന്നി അവൾക്ക്. ഒരു പുഞ്ചിരിയോടെ അവൻ ഒന്നുകൂടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചതും അവനിലെ ചൂടേറ്റ് പതുങ്ങി നിന്നു അനു. അപ്പോഴേക്കും പെട്ടെന്ന് ഡെവി അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിയിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ മുറി നിറയെ ക്യാൻഡിൽ ലൈറ്റ് മാത്രം നിറഞ്ഞു നിന്നു. ആ ചെറിയ ലൈറ്റിൽ അവളെ കാണുമ്പോൾ അവളുടെ സൗന്ദര്യം വല്ലാതെ കൂടിയതുപോലെ തോന്നി അവന്. കാറ്റത്ത് പാറി പറക്കുന്ന അവളുടെ മുടിയിടുകളെ ഡെവി പ്രണയത്തോടെ അവളുടെ ചെവിയോട് ചേർത്ത് നിർത്തി. ഒപ്പം അവൻ്റെ ചുണ്ടും അവിടെ പതിഞ്ഞു. അനു കണ്ണുകൾ അടച്ച് ആ പ്രണയം സ്വീകരിച്ചു. പെട്ടെന്ന് ഡെവി അവളുടെ കയ്യിലേക്ക് ഒരു പൊതി വെച്ചു കൊടുത്തു. അവൾ അത്ഭുതത്തോടെ ആ പൊതിയിലേക്ക് നോക്കി നിന്നു. തുറന്നു നോക്ക്, ഒരു പുഞ്ചിരിയോടെ ഡെവി പറഞ്ഞതും അനു ആവേശത്തോടെ ആ പൊതി തുറന്നു നോക്കി. ഒരു റെഡ് കളർ സിമ്പിൾ സാരിയായിരുന്നു. അതിന് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. ഇത് പോയി ഇട്ടിട്ട് വാ, അവളെ നോക്കി ഡെവി പറഞ്ഞതും അനു അതുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഡെവി അവളെ കാത്തിരിക്കുവാണ്. കുറച്ചു നേരം കഴിഞ്ഞതും ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ആ സാരി ധരിച്ച് അനു പുറത്തേക്ക് വന്നു. ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് ഡെവി അവളെ തന്നെ നോക്കി നിന്നു. സിമ്പിൾ സാരിയിൽ അവൾക്ക് വല്ലാത്ത ഭംഗി ഉണ്ടായിരുന്നു. നെറ്റിയിലൊരു ചെറിയ പൊട്ടും ചെറുതായി എഴുതിയ കണ്ണും അവൾക്ക് വല്ലാത്ത ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു. കഴുത്തിൽ താൻ കെട്ടിയ ചെറിയ മിന്നുമാലയും കാതിലൊരു കുഞ്ഞുമുത്ത് കമ്മലും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരം മുഴുവൻ സഞ്ചരിച്ചു. അവളുടെ വടിവത്ത് ശരീരം ആ സാരിയിൽ എടുത്തറിയുന്നുണ്ടായിരുന്നു. എല്ലാം മറന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഡെവിയെ കണ്ടതും അനുവിന് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ചമ്മല് തോന്നി. അല്പം അടിച്ചനു അവിടെ തന്നെ നിന്നതും മുൻകൂട്ടി വന്നവളെ കെട്ടിപ്പിടിച്ചിരുന്നു ഡെവി. അനു, അവളുടെ കാതിൽ പതിയെ കാറ്റുപോലെ അവൻ്റെ ശബ്ദം പതിച്ചു. അനുവിന് വല്ലാത്തൊരു തരം നാണം വന്ന് പൊതിയുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി അവനോട് ചേർന്നു നിന്നു അവൾ. എനിക്ക് വല്ലാത്ത കൊതി തോന്നുന്നു നിന്നെ വീണ്ടും സ്വന്തമാക്കാൻ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അനു ഒന്ന് പുളഞ്ഞ് അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. അതോടെ അവൻ്റെ ആവേശം കൂടി. അവളുടെ കഴുത്തിൽ അവൻ്റെ ചുണ്ടും നാവും അലഞ്ഞു നടന്നു. അനു ഒന്ന് ഉയർന്നു പൊന്തിയതും അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ച് അവിടെ പല്ലുകൾ ആഴ്ത്തി. ചായ,
അനു ആവേശത്തോടെ വിളിച്ചതും ഡെവി അവളിൽ നിന്ന് അടർന്നു മാറി. അവൻ്റെ ആ നീക്കത്തിൽ അനു അവനെ ഒന്ന് നോക്കിയതും അവൻ അവളുടെ മുഖം അവൻ്റെ കൈകളിൽ കോരിയെടുത്തു. എന്നിട്ട് അവളുടെ ചുണ്ട് അവൻ തൻ്റെ ചുണ്ടിൽ ചേർത്തു. അവളുടെ മേൽ ചുണ്ടും കീഴ്ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു. അവളും അവനോട് ചേർന്ന് നിന്നു. അവൻ്റെ കൈകൾ അവളുടെ സാരിയെ വകഞ്ഞു മാറ്റി. ഇടുപ്പിലമർന്നതും അനു ഒന്ന് ഉയർന്നു പൊന്തി. എന്നാൽ ഡെവി അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആവേശത്തോടെ ചുംബിച്ചു. അവളുടെ മേൽ ചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും അവൻ കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. രണ്ടുപേരും ആ സമയം മറ്റേതോ ഒരു മായിക ലോകത്തായിരുന്നു. അവളെന്ന പെണ്ണിനോടുള്ള പ്രണയമാണ് ഡെവിയുടെ ആ ചുംബനത്തിൽ. അത്രത്തോളം തീവ്രതമായിരുന്നു ആ ചുംബനം. അനുവും അത് ഒരുപാട് ആസ്വദിച്ചു. തൻ്റെ ഇച്ഛായിൻ്റെ ചുംബനം ഒരുപാട് പ്രണയത്തോടെ സന്തോഷത്തോടെ അവൾ സ്വീകരിച്ചു. അവൻ്റെ നാവ് അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചതും അവരുടെ ഉമിനീര് പോലും പരസ്പരം കലർന്നു. എത്ര നുണഞ്ഞിട്ടും മതി വരുന്നില്ലായിരുന്നു. അത്രത്തോളം മധുരമായിരുന്നു അവളുടെ അധരങ്ങൾക്ക്, തേനിനേക്കാൾ മധുരം. ഇന്നീ ലോകത്ത് തന്നെ ഇത്രത്തോളം അടിമപ്പെട്ടത് വേറെയൊന്നുമില്ല എന്ന് ഡെവിക്ക് തോന്നി. അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചുകൊണ്ട് വീണ്ടും അവളുടെ അധരങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. അത്രത്തോളം മധുരമായിരുന്നു ആ ചുംബനങ്ങൾക്ക്. ഡെവിയുടെ ചുംബനത്തിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് ഡെവിയുടെ കൈകൾ അനുവിൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടന്നു. അതിനനുസരിച്ച് അനു ഒന്ന് പുളഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചു. ആ വിയർപ്പിന് പോലും മധുരമുണ്ടെന്ന് ഡെവിക്ക് തോന്നി. അത്രത്തോളം തീവ്രമായിരുന്നു അവൻ്റെ ചുംബനങ്ങൾക്ക്. അതേ ചുംബനത്തോടെ ഡെവി അനുവുമായി ഒന്ന് ബെഡിലേക്ക് മറിഞ്ഞു. അവളിൽ നിന്ന് അകന്നു മാറി അവളെ ഒന്ന് വശ്യമായി നോക്കിയതും അനുവിൻ്റെ നാണത്തിൽ ചുവന്ന മുഖവും പുഞ്ചിരിക്കുന്ന ചുണ്ടുകളും അവൻ നോക്കി നിന്നു. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവളിൽ നിന്ന് സാരി അവൻ അടർത്തി മാറ്റിയിരുന്നു. അപ്പോഴേക്കും അവൾ നാണത്തിൽ കണ്ണുകൾ മുറുക്കി അടച്ചു. അനു, കണ്ണു തുറക്ക്, എനിക്ക് കാണണം നിന്നെ. നിന്റെ കണ്ണിലേക്ക് നോക്കി വേണം പെണ്ണെ നിന്നെ എനിക്ക് വീണ്ടും സ്വന്തമാക്കാൻ. അത്രത്തോളം നിന്നിൽ ഞാൻ അടിമപ്പെട്ടു പോയി പെണ്ണെ. നിന്നെ എനിക്ക് കാണണം, കണ്ണു തുറക്ക്. ഡെവി അവളുടെ കാതിൽ കാറ്റുപോലെ പറഞ്ഞതും അനു കണ്ണു തുറന്നു. അവളുടെ രണ്ട് കണ്ണിലേക്കും ചുംബിച്ചതിന് ശേഷം അവൻ അവളിൽ നിന്ന് ബ്ലൗസിൻ്റെ ഓരോ ഹുക്ക് അടർത്തി മാറ്റാൻ തുടങ്ങി. നാണം കൊണ്ട് അനുവിൻ്റെ മുഖം ചുവന്നു വന്നതും അവൻ അവളിൽ നിന്ന് ബ്ലൗസ് അടർത്തി മാറ്റി. ഒപ്പം അവളുടെ ഇന്നറും അവൻ അടർത്തി മാറ്റിയിരുന്നു. അവൻ്റെ ചുണ്ട് അവളുടെ മാറിൽ അമർന്നതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. ഡെവി അവളെ ബെഡിലേക്ക് അമർത്തിക്കൊണ്ട് വീണ്ടും അവളുടെ മാറിലേക്ക് അവൻ ചുണ്ട് ചേർത്തു. വലത് മാറിൽ അവൻ്റെ ചുണ്ടും പല്ലും മാറി മാറി നുണയുമ്പോൾ ഇടതുമാറിൽ അവൻ കൈകൊണ്ട് ഞെരിച്ചും തലോടിയും കൊണ്ടിരുന്നു. ഇച്ഛായ, അവൻ നൽകുന്ന സുഖലാളനയിൽ അനുവിൻ്റെ കണ്ണ് മേൽപോട്ട് മറിഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ കൈകൊണ്ട് അവൻ്റെ തല അവളുടെ മാറിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അനു ഒന്ന് ഉയർന്നു പൊന്തി. അവളും ഒരുപാട് ആസ്വദിച്ചിരുന്നു ഇച്ഛായിൻ്റെ ഓരോ ചുംബനങ്ങൾ. അവൾ വിവശയാകുന്നത് അവൻ കൊതിയോടെ നോക്കി നിന്നു. അവളുടെ ഓരോ സീൽക്കാരങ്ങളും അവനെ കൂടുതൽ അവളിലേക്ക് ആഴ്ത്തിയിരുന്നു. അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു അവളുടെ ഓരോ ചലനങ്ങളും. എന്നാൽ അപ്പോഴേക്കും അവളിലേക്ക് ആഴത്തിൽ പതിഞ്ഞുകൊണ്ട് അവൻ ചുറ്റും നാവ് അവളുടെ മാറിൽ അലഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ഉമിനീര് കൊണ്ട് അവളുടെ രണ്ട് മാറും നനഞ്ഞു കുതിർന്നിരുന്നു. അതോടൊപ്പം അവൻ്റെ പല്ലുകൾ അവളുടെ നിപ്പിലമർന്നു. ഇച്ഛായ, മതി എന്ന് സീൽക്കാരത്തോട് അനു പറയുമ്പോഴും അവനെ അവൾ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അല്പം സമയത്തിനു ശേഷം അവളുടെ മാറിൽ നിന്നും പിൻവാങ്ങുമ്പോൾ അവളുടെ രണ്ട് മാറും അവന് പ്രണയത്തിൽ ചുവന്ന് തുടുത്തിരുന്നു. ചെറുതായി കിതച്ചുകൊണ്ട് വീണ്ടും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തുമ്പോൾ അവൻ്റെ കൈ അവളുടെ പാവാടയിൽ പിടുത്തമിട്ടിരുന്നു. അവളുടെ അരയിൽ നിന്നും ബാക്കിയുള്ള ഡ്രസ്സുകൾ അഴിക്കുമ്പോൾ അവൾ അവൻ്റെ ചുണ്ടുകളും പല്ലും തൻ്റെ കഴുത്തിൽ സൃഷ്ടിക്കുന്ന ചുംബനത്തിൻ്റെ ആലസ്യത്തിലായിരുന്നു. താൻ നഗ്നയായതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ഡെവി അവളിൽ നിന്നും അകന്നു മാറിയപ്പോഴാണ് താൻ പൂർണ്ണ നഗ്നയാണ് എന്ന് അനു അറിയുന്നത്. അവളെ വല്ലാത്തൊരു വശ്യഭാവത്തിൽ ഡെവി നോക്കുന്നത് കണ്ടതും അനു ബെഡ്ഷീറ്റ് എടുത്ത് ശരീരം മറയ്ക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും അവളിൽ നിന്ന് അവൻ ആ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റിയിരുന്നു. ഇനി നമ്മുടെ ഇടയിൽ ഒരു മറയും വേണ്ട പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു.
ചായ. ഒരു നിലവിളിയോടെ ഉയർന്നതും ഡെവി അവളെ വീണ്ടും ബെഡിലേക്ക് കിടത്തിയിരുന്നു. പതിയെ അനുവിൻ്റെ വേദനയ്ക്ക് പകരം അവിടെ മറ്റു വികാരങ്ങൾ നിറഞ്ഞു. അവനും അവളിലേക്ക് തൻ്റെ പ്രണയം ഒഴുക്കിവിട്ടു. ഒരുപാട് കിതപ്പോടെ അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവൻ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. തങ്ങളുടെ പ്രണയം പൂർണ്ണമായതിൻ്റെ ആലസ്യത്തിൽ പരസ്പരം പുണർന്നവർ ഉറക്കത്തെ പുൽകി.